നമസ്കാരം. കോൺഗ്രസിന്റെ നേതാക്കളെ വ്യാജ രാജ്യസ്നേഹികളെന്ന് വിളിച്ച് ബി.ജെ.പി. അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ.പി. നദ്ദ ഗുജറാത്തിലെ രാജ്കോട്ടയിൽ ബി.ജെ.പിയുടെ തിരംഗയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന് മുൻപ് നടത്തിയ സമ്മേളനത്തിലായിരുന്നു ഇത്തരത്തിൽ കോൺഗ്രസിനെ രൂക്ഷ വിമർശനം നടത്തിക്കൊണ്ട് ജെ.പി. നദ്ദ രംഗത്ത് വന്നത്. സമൂഹത്തെ വിഭജിക്കുകയും ഒരു കുടുംബത്തെ മാത്രം പരിപാലിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇതുവരെ ഇടുങ്ങിയ ചിന്താഗതിക്കാരും ചെറിയ മനസ്സുകളുമുള്ള ഈ ആളുകൾ ഭാരത് ജോഡോ യാത്രയിലൂടെ ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ. എന്നാൽ ഇന്ത്യയെ ഒന്നിപ്പിക്കുന്നതിൽ സർദാർ പട്ടേൽ നൽകിയ സംഭാവനകൾ അവർ ഓർക്കണം. രാഹുൽ ഗാന്ധിയുടെ പേര് പരാമർശിക്കാതെ തന്നെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ ഉൾപ്പെടെയുള്ള മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സംഭാവനകൾ പഴയ പാർട്ടിയായ കോൺഗ്രസ് മറന്നുവെന്നാണ് ജെ.പി. നദ്ദ രൂക്ഷമായും കുറ്റപ്പെടുത്തിയത്. ഈ മഹത്തായ ഇന്ത്യ സൃഷ്ടിക്കാൻ 562 നാട്ടുരാജ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഐക്യദാർഢ്യ പ്രതിമയിൽ പുഷ്പങ്ങൾ അർപ്പിക്കാൻ ഒരു കോൺഗ്രസ് നേതാവും ഇന്നുവരെയും കെവാഡിയയിൽ പോയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അത് തനിക്ക് സങ്കടത്തോടെയാണ് പറയേണ്ടി വരുന്നതെന്നും ജെ.പി. നദ്ദ പറയുകയാണ്. രാജ്യത്തെ മറന്ന രാഷ്ട്രീയത്തിനും സ്വന്തം താല്പര്യങ്ങൾ നിറവേറ്റുന്നതിനുമായി സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന ഈ വ്യാജ ദേശസ്നേഹികളോട് രാജ്യത്തെ ജനങ്ങളും യുവാക്കളും സത്യം കാണിക്കുമെന്ന് നദ്ദ ആരോപിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച സർദാർ പട്ടേലിന്റെയും മറ്റ് ദേശസ്നേഹികളുടെയും സംഭാവനകൾ രാജ്യം ഒരിക്കലും മറക്കില്ലെന്ന് കോൺഗ്രസ് നേതാക്കളെ ഓർമ്മിപ്പിക്കാൻ ഇക്കാര്യം ആഗ്രഹിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി പറയുകയായി. മഹാത്മാഗാന്ധി, സർദാർ പട്ടേൽ തുടങ്ങിയ നേതാക്കളിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗുജറാത്ത് നൽകിയ സംഭാവനകൾ നദ്ദ ഓരോന്നായി എടുത്തു പറഞ്ഞു. 562 നാട്ടുരാജ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എന്നാൽ ആ പുണ്യഭൂമിയായ ഗുജറാത്തിൽ ജനിച്ച ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ 2 വർഷത്തിനുള്ളിൽ 562 നാട്ടുരാജ്യങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന ഇന്ത്യയെ മഹത്തായതാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വികസിത ഇന്ത്യ എന്ന സ്വപ്നം 2047ഓടെ സാക്ഷാത്കരിക്കുന്നതിന് തങ്ങളുടെ സംഭാവനകൾ നൽകണമെന്ന് പ്രതിജ്ഞയെടുക്കുവാൻ നദ്ദ യുവാക്കളോടും ആവശ്യപ്പെട്ടു. ചടങ്ങിൽ കേന്ദ്ര ജലശക്തി മന്ത്രിയും ഗുജറാത്ത് ബി.ജെ.പി. അധ്യക്ഷനുമായ സി.ആർ. പാട്ടീലും മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും പങ്കെടുത്തിട്ടുണ്ട്. അതേസമയം ഇന്ത്യ അതിന്റെ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഹർ ഘർ തിരംഗ ക്യാമ്പയിനെ അവരുടെ വീടുകളിൽ ദേശീയ പതാക ഉയർത്തി ഒരു ബഹുജന പരിപാടിയായി മാറ്റാൻ രാജ്യത്തെ പൗരന്മാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിലെ തന്റെ പ്രൊഫൈൽ ചിത്രം ത്രിവർണ എന്നാക്കി മാറ്റിയ പ്രധാനമന്ത്രി മോദി എല്ലാവരോടും അവരുടെ പ്രൊഫൈൽ ചിത്രം അതേപടി മാറ്റണമെന്നും അഭ്യർത്ഥിച്ചു. ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ ആഘോഷിക്കുമ്പോൾ ദേശീയ പതാകയ്ക്കൊപ്പമുള്ള സെൽഫികൾ പങ്കിടാൻ ഒരു ലിങ്ക് പങ്കിട്ടുകൊണ്ട് പ്രധാനമന്ത്രി മോദി എല്ലാവരോടും ഇക്കാര്യം അഭ്യർത്ഥിച്ചു. ബി.ജെ.പി. ഓഗസ്റ്റ് 11 മുതൽ രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ഈ കാലയളവിൽ ദേശീയ പതാക എല്ലാ വീടുകളിലും കടകളിലും ഓഫീസുകളിലും ഉയർത്തും. ശുചീകരണ യജ്ഞവും നടത്തും. ജൂലൈ 28 നടന്ന 112ാമത് മൻ കി ബാത്തിലാണ് പ്രധാനമന്ത്രി മോദി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഹർ ഘർ തിരംഗ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ എല്ലാ ഇന്ത്യക്കാരോടും ആഹ്വാനം ചെയ്തത്. ദേശീയ പതാകയ്ക്കൊപ്പം സെൽഫി എടുക്കുകയും അവ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായി അദ്ദേഹം എടുത്തു പറഞ്ഞു. വീടുകളിലും ഓഫീസുകളിലും കടകളിലും ദേശീയ പതാക ഉയർത്തുന്നത് ഉറപ്പാക്കാൻ പാർട്ടി നേതാക്കളോടും പ്രവർത്തകരോടും അദ്ദേഹം അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ ജനങ്ങളോടും പറഞ്ഞു. ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായുള്ള പ്രചാരണമാണ് ഹർ ഘർ തിരംഗ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വർഷം ആഘോഷിക്കുന്നതിനായി തിരംഗയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2021 ഇത് ആരംഭിച്ചത്. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ദേശസ്നേഹം വളർത്തുകയും ഇന്ത്യൻ ദേശീയ പതാകയെ കുറിച്ചുള്ള അവബോധം വളർത്തുകയും ചെയ്യുക എന്നതാണ് ഈ സംരംഭത്തിന് പിന്നിലെ ആശയം. ആസാദി കാ അമൃത് മഹോത്സവ് സ്വാതന്ത്ര്യത്തിന്റെ 75ാം വർഷവും അതിലെ ജനങ്ങളുടെയും സംസ്കാരത്തിന്റെയും നേട്ടങ്ങളുടെയും മഹത്തായ ചരിത്രവും ആഘോഷിക്കുന്നതിനും സ്മരിക്കുന്നതിനുമായി ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു സംരംഭമാണ് ഇപ്പോൾ നടക്കുന്നത്.